പ്രിയമുള്ളവരെ, കരുനാഗപ്പള്ളിയിലെ വസ്ത്ര വിപണന മേഖലയിൽ പുത്തൻ താരോദയം. ഏറ്റവും മികച്ചതും ഏറ്റവും വലുതുമായ വെഡ്സ് ഇന്ത്യയുടെ ഇനാഗുറേഷൻ നമ്മൾ എത്തിയിരിക്കുന്നത്. വെഡ്സ് ഇന്ത്യയിലേക്ക് ചെന്ന് കയറിയപ്പോൾ നല്ല ഭംഗിയുള്ള വെഡ്ഡിംഗ് ലെഹങ്കകൾ അണിഞ്ഞൊരുങ്ങിയ മോഡൽസിന് നല്ല കിടിലൻ റാംബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ചെന്നപ്പോൾ കാണുന്നത് ലേബേഴ്സിന് വേണ്ട ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വെഡ്സ് ഇന്ത്യ മാനേജ്മെന്റിനൊക്കെയാണ്. വെഡ്സ് ഇന്ത്യയുടെ ഇനാഗുറേഷന്റെ ആങ്കറിംഗ് മെയിൻ ആയിട്ട് നമ്മുടെ അഞ്ജലിയാണ്. അഞ്ജലി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. കരുനാഗപ്പള്ളിയിൽ ഇതിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്. എനിക്ക് മൈക്കുണ്ടോ? പക്ഷേ ഇങ്ങനെ ഒരു ഗ്രാൻഡ് ലോഞ്ചിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രശ്മിക മന്ദാന വരുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ ആരെടുത്ത് പറഞ്ഞാണോ വരുന്നുണ്ടോ, കാണാൻ പറ്റുമോ, നേരിട്ട് കാണാൻ പറ്റുമോ, ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അഞ്ജലി കരുനാഗപ്പള്ളി അടിച്ചളക്കുമോ? തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം. എന്നോട് ചോദിക്കണേ അല്ലേ, ഹെൽനോസ് പാർട്ടി അല്ലേ? നന്നായിട്ട് മനസ്സിലായ രണ്ട് എനിക്ക് മനസ്സിലായി. എങ്കയോ പാത്ത മാതിരി അങ്ങനെയാണ് പറഞ്ഞത്. അടിപൊളിയാണ്. ഇവരെ കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. ബൈ. കേരളത്തിൽ ഒരുവിധപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സിന് എല്ലാവരെയും അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്ന സെക്കൻഡ് ഫ്ലോറിൽ ഒരു സെക്ഷൻ തന്നെ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ കാണുന്ന പലരെയും നിങ്ങൾക്ക് വീഡിയോകളിലൂടെയും ഒക്കെ കണ്ട് പരിചയം ഉണ്ടാകും. നമ്മൾക്കും വീഡിയോകളിലൂടെയൊക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരെയൊക്കെ ഈ ഒരു അവസരത്തിൽ നമുക്ക് നേരിട്ട് കണ്ട് പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടായി. നമ്മൾ വീഡിയോകളിലൂടെ കാണുന്ന പോലൊക്കെ തന്നെ ഇവരെല്ലാവരും നല്ല പൊള്ളി വൈബുള്ളവരാണ്. സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വെഡ്സ് ഇന്ത്യയെ കുറിച്ച് ഒന്ന് രണ്ട് നല്ല വാക്കുകൾ. സന്തോഷം. ഓക്കെ. എന്റെ പേര് അജ്മൽ അജീത് ആണ് ചാനലിന്റെ പേര്. കരുനാഗപ്പള്ളിയിൽ ഇതുപോലൊരു നല്ലൊരു സംരംഭം കൊണ്ടുവന്നതിന് ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് വെഡ്സ് ഇന്ത്യയോട്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അഫ്സൽ എന്നാണ്. ഞാനും അജ്മൽ അജിയും ട്വിൻസ് ആണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം. ഞങ്ങൾക്ക് തോന്നുന്നില്ല ട്വിൻസ് ആണ്. അപ്പൊ ഞങ്ങള് കരുനാഗപ്പള്ളി സ്വദേശക്കാർ തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടില് ഇത്ര നല്ല വലിയൊരു സംരംഭം ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയോടെ നോക്കി കണ്ട സംരംഭം ഉള്ളിൽ കയറി കണ്ടപ്പോ പ്രതീക്ഷകൾക്കൊന്നും ഒരു കോട്ടവും പറ്റിയിട്ടില്ല. അത്ര അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് വെഡ്സ് ഇന്ത്യ. വെഡ്സ് ഇന്ത്യയുടെ ഒരു ഓണേഴ്സിൽ ഒരാളാണ് നമ്മുടെ അസർ. അസർ, എങ്ങനെയുണ്ട് ഈ നിമിഷം? സന്തോഷം. ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാട്, ഉറക്കമില്ലാത്ത മാസങ്ങളുടെ കഷ്ടപ്പാടാണ്. ഇവരുടെ നമ്മളപ്പോൾ ഒരുപാട് പേരുടെയും കഷ്ടപ്പാടിന് ഒരു ഫലമാണ് ഈ കാണുന്നത്. കാരണം നമ്മൾ ഈ കരുനാഗപ്പള്ളിയെ കൂടെ ഒക്കെ രാത്രിയിലൊക്കെ പോകുമ്പോഴും മിക്കവാറും രാത്രി ഇവരെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഉറക്കമില്ലാതെ രാവൊന്നും പകലൊന്നും ഇല്ലാതെ കൊണ്ടുവന്ന അധ്വാനത്തിന്റെ ഫലമാണ്. പക്ഷെ ഉള്ള കാര്യം പറയാം, കളക്ഷൻസ് ഒക്കെ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ആംബിയൻസ് ആയാലും ഡ്രസ്സിംഗ് ആയാലും എല്ലാം പൊളി, അടിപൊളി. കരുനാഗപ്പള്ളി ഏറ്റെടുക്കൂലേ? പിന്നെ ഞങ്ങളങ്ങ് എടുക്കല്ലേ, കരുനാഗപ്പള്ളി അങ്ങ് എടുക്കണം. പിന്നെ അല്ല, ഓക്കെ. കരുനാഗപ്പള്ളി സ്കൂളിലെ പിള്ളേർ വലിയൊരു ഗ്യാങ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. MSN കോളേജ്. പക്ഷെ നിങ്ങൾ ഒട്ടും മോശമല്ല, നിങ്ങളും വേറെ ലെവലായി വരുന്നുണ്ട്. ആരും ഒട്ടും മോശമല്ല. എല്ലാവരുടെ കയ്യിലും ഒരു പൊട്ടാസും ഒരു പടക്കം ഒരു ബോംബും കാണും. നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും. അതുകൊണ്ട് എടുത്ത് പൊട്ടിക്കുക, തോന്നുമ്പോൾ പൊട്ടിക്കുക. പിന്നെ മുകളിൽ ഇരിക്കുന്നവളായത് വേറെ റോക്കറ്റ് ഇട്ടത്, ആ റോക്കറ്റ് തിരിച്ച് കത്തിച്ചിട്ടാണ്. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ നമ്മളിവിടെ അൽഫല എത്തിയിരിക്കുകയാണ്. ഹായ്, എങ്ങനെയുണ്ട്? പൊളിച്ചല്ലോ, കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണല്ലോ. പൊളിച്ചല്ലോ. എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? പരിപാടി നമ്മള് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയല്ലേ? പിന്നെ അതിലേക്കാട്ടി കൂടുതൽ ഞങ്ങളെ പരിചയപ്പെടാൻ പറ്റിയില്ലേ? പുള്ളിക്കാരുടെ ഐക്കോണിക് ആയിട്ട് കേട്ടോ. മച്ചാനെ, എങ്ങനെയുണ്ട്? അടിപൊളി കളക്ഷൻ, എല്ലാം നല്ല കളക്ഷൻ. എല്ലാം കൊള്ളാല്ലേ? എല്ലാം കൊള്ളാം. ക്യൂട്ട് കുട്ടികളും ഉണ്ട്. വീഡിയോയ്ക്ക് വേണ്ടിട്ട് സെറ്റ് ചെയ്തൊന്നല്ലോ. എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. തിളങ്ങിയിരിക്കുക.
ഇന്ന് വെഡ്സ് ഇന്ത്യ അൽഫല കൊണ്ടുപോയി. രശ്മികൊക്കെ ചിലപ്പോ തോന്നുമോ? കരുനാഗപ്പള്ളി അടിപൊളിയാണ്, വന്നു എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു. വെഡ്സ് ഇന്ത്യ ഒക്കെ കരുനാഗപ്പള്ളിയുടെ തന്നെ ഒരു വലിയ സംഭവമായിട്ട് മാറട്ടെ. ആയിരുന്നു. നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി മെലീസയുടെ പല ടൈപ്പ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. വെഡ്സ് ഇന്ത്യയുടെ വെഡിങ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വിളി വരുന്നത്, ഫുഡ് റെഡി. ആ ശരീരി കേട്ടപാടെ ഒറ്റ വിടൽ ഫുഡ് കഴിക്കാൻ. കാരണം അപ്പം തന്നെ ഏകദേശം 3 മണിയോട് അടുത്തിരുന്നു. അത്രയ്ക്ക് തന്നെ വിശന്ന് കിളി പാറിയിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ ഓടിയെത്തിയപ്പോഴാണ് നമ്മുടെ മുത്തുവിന്റെ സ്പെഷ്യൽ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി. പിന്നെ ഒന്നും നോക്കിയില്ല, കയറി നിന്ന് പരിപാടിയും തുടങ്ങി. രണ്ടാമത്തെ പ്ലേറ്റ് ആണല്ലോ. ചിക്കൻ ഡയറ്റിലുള്ള ആള് സാർ, ചിക്കൻ ഡയറ്റിലുള്ള ആള് സാർ. എന്താ വിജയം വെച്ചാൽ ഇങ്ങനെ ഫുഡും കഴിച്ച് രശ്മിക മന്ദാനെ കാണുന്നതിന് വേണ്ടിട്ട് വീണ്ടും മുകളിലോട്ട് പോയപ്പോഴത്തേക്ക് മല്ലൂസ് വ്ലോഗ് ഐശ്വര്യമായിട്ട് വരുന്നോ കടയൊന്ന് കാണാന്ന് പറഞ്ഞപ്പോ പറഞ്ഞ കേട്ടോ. അപ്പോഴേക്കും പോസ്റ്റ് അടിച്ചിരുന്ന ഞങ്ങളെ എന്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടിട്ട് സെമിമാനു ലൈഫിന്റെ റിയാലിറ്റി കൊണ്ട് ജീവിതത്തിൽ വിജയം നേടിയെടുത്തിട്ടുള്ളവരാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരായി മാറിയതും നല്ല ഫൺ ഇന്ററാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാഷണൽ ക്രഷ് പാൻ ഇന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ രശ്മിക മന്ദാന പുറത്തെത്തിയിരിക്കുന്നത് അറിഞ്ഞത്. എല്ലാവർക്കും ഇന്ത്യയും വെച്ചും നേടുന്നു. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് നമ്മളുടെ ഗിയോവേ ഗോൾഡൻ ടിക്കറ്റ് വിന്നർ ബേബി നിതാരിക രശ്മിക മന്ദാനയുമായി വേദി പങ്കിടുന്ന ആ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത്. ദാറ്റ്സ് റിയലി എ വെരി ഹാപ്പി മൊമെന്റ്. അവിടുന്ന് നേരെ രശ്മിക മന്ദാന ഞങ്ങളുടെ വേദിയിലേക്ക് ഞങ്ങളിലേക്ക് എത്തുകയായിരുന്നു. ഞങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാണാനൊക്കെ അടിപൊളിയാട്ടോ. സെൽഫി എടുക്കൽ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് തട്ടയും കുട്ടിയും ചെറിയ രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളോട്ടുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു. എല്ലാവർക്കും ഒന്നും ചോദ്യം ചോദിക്കാൻ പറ്റില്ല. സെലക്ട് ചെയ്ത് 5 പേർക്ക് മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റത്തുള്ളായിരുന്നു. കരുനാഗപ്പള്ളിയെ പറ്റി പറഞ്ഞു തുടങ്ങി. പിന്നെ അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രശ്മിക മന്ദാന അവിടുന്ന് മടങ്ങി. പിന്നെ വീണ്ടും ഞങ്ങൾ ഷോപ്പ് വിസിറ്റ് സെക്ഷനിലേക്ക് പോയി. അപ്പൊ ഇത് ഏത് സെക്ഷനാ വരുന്നത്? ഈ ഒരു ഭാഗം ഏറ്റവും മെയിൻ കടകൾ വരുന്നത് കാഞ്ചീപുരം സാരി ആന്റിക് മോഡലാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. എല്ലാ ട്രെൻഡിങ്ങിലൂടെ ഉണ്ട്, എല്ലാ ഐറ്റംസും നമുക്കുണ്ട്. അപ്പൊ ഇനി കരുനാഗപ്പള്ളിക്കാര് ഈ വെഡിങ് ഡ്രസ് ഒന്നും നോക്കി എങ്ങും പോകണ്ട, എല്ലാ ഐറ്റവും നമ്മുടെ കരുനാഗപ്പള്ളിക്കാർ മാത്രമല്ല എല്ലാവർക്കും സ്വാഗതം. ഒരു കല്യാണത്തിന് വേണ്ട എന്തൊക്കെ ഐറ്റം ഉണ്ട് എല്ലാ ഐറ്റവും ഇവിടെ ലഭ്യമാണ്. അതിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്ത് നല്ല സർവീസ് ആയിട്ട് വെയിറ്റ് നിൽക്കല്ലേ, സെറ്റ് ആയി കൊടുക്കത്തില്ലേ? പ്ലസന്റ് മൈൻഡ്സ്. ഇന്ത്യയുടെ ഉള്ളിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഓരോ സെക്ഷനും പല പല രീതിയിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് ഈ ഷോപ്പിനുള്ളിൽ തന്നെ പല രീതിയിലുള്ള അറകളായിട്ട് ഈ ഡിസൈനുകളുടെ ഒക്കെ ആണെങ്കിലും ഇതല്ലേ ജി ഈ കാണുന്ന ഈ ഒരു സെക്ഷൻ വന്നപ്പം വെഡിങ്ങിന് വേണ്ടി മാത്രം ഈ നമ്മുടെ ഒരു കസ്റ്റമൈസ് എടുക്കാൻ വേണ്ടിയുള്ള ബട്ടൺസ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് വേണ്ടി ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാല്ലേ? അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഏറ്റവും വലുത് ഏറ്റവും മികച്ചെന്ന് പറഞ്ഞത് ഒട്ടും
ഏറ്റവും വലുത് ഏറ്റവും മികച്ച വാക്കുകൊണ്ടല്ല അവർ പ്രവൃത്തി കൊണ്ട് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണല്ലേ ഉള്ളത്. രശ്മിക മടങ്ങിയതിനു ശേഷം പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ ആളുകൾ ഇടിച്ചു കയറി. അപ്പൊ നമ്മുടെ ഗീവ് വിന്നർ ഗോൾഡൻ വിന്നർ ആയിട്ടുള്ള ബേബി നിതാരയും അമ്മയും മകളും നമ്മുടെ അൽത്താവും എല്ലാവരും ഉണ്ട്. സന്തോഷമായോ? സന്തോഷമായി. എങ്ങനെയുണ്ടായിരുന്നു ആ വൈബ്? ഹാപ്പിയായോ? ഓക്കെ നമ്മുടെ കരുനാഗപ്പള്ളിയിലെ നമ്മുടെ പിള്ളേര് വെഡ്സിന്റെ കാണാൻ വന്നിരിക്കുകയാണ്. കൂടുതൽ നമ്മളെ കണ്ടില്ലേ? പൊളിയല്ലേ? വെഡ്സിന്റെ അടിപൊളി അടിപൊളി സൂപ്പർ. പ്രതീക്ഷ പോലൊക്കെ ഒരു ഹൈപ്പ് പോലെ കിട്ടുന്നുണ്ടോ? നമ്മുടെ വീഡിയോ കാണാറുണ്ടോ? പൊളിയാണോ? പിന്നെ അവിടുന്ന് എല്ലാവർക്കും ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ വെഡ്സ് ഇന്ത്യയുടെ ഇനാഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അൽതാഫ് ബ്രോ, കരൺ, അഫ്സല്, സഞ്ജന എല്ലാവരും ഉണ്ട്. ഒരുപാട് പരിപാടി കണ്ടായിരുന്നു. അടിപൊളി പരിപാടി, സൂപ്പറായിരുന്നു, കളറായിരുന്നു, രസമായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.